അടുത്തത് നമ്മുടെ ജോർദാൻ ഡീകമ്പോസിഷൻ തിയറമാണ് പറയുന്നത്. കൺസിഡർ എ മെഷറബിൾ സ്പേസ് എക്സം ആൻഡ് കൺസിഡർ എ സൈൻഡ് മെഷർ ന്യൂം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള പോസിറ്റീവ് മെഷേഴ്സ് ന്യൂ പ്ലസ് ന്യൂ മൈനസ് എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് മെഷേഴ്സിനെ മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള മെഷേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സച്ച് ദാറ്റ് ന്യൂ ഈക്വൽ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ്. ഓക്കെ, അതായത് ന്യൂ പ്ലസ് എന്ന് ന്യൂ മൈനസ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടും മ്യൂച്വലി സിംഗുലർ ആണെന്ന് പറയണമെങ്കിൽ നമ്മളതിൻ്റെ ഡെഫിനിഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സപ്പോസ് നമുക്ക് എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ന്യൂ 1 ന്യൂ 2 എന്ന് പറയുന്ന രണ്ട് മെഷേഴ്സ് ഉണ്ട്, രണ്ട് പോസിറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഈ രണ്ട് പോസിറ്റീവ് മെഷേഴ്സും മ്യൂച്വലി സിംഗുലർ ആണെന്ന് പറയണമെങ്കിൽ ഈ എക്സിനകത്ത് നിന്ന് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റ് എയിനെയും ബിനെയും നമ്മൾ എടുക്കുന്നു. സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി ആൻഡ് ന്യൂ 1, അതായത് ന്യൂ 1 ഓഫ് എയുടെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ ന്യൂ 2 ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് നമുക്ക് എക്സ് എം എന്ന് പറയുന്നൊരു മെഷറബിൾ സ്പേസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് മെഷേഴ്സ്, ഒരു മെഷറബിൾ സ്പേസിനകത്ത് ഒരു മെഷർ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, രണ്ട് മെഷേഴ്സ്, പല മെഷേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ രണ്ട് മെഷേഴ്സ് ഉണ്ട്. അതിനെ മ്യൂച്വലി സിംഗുലർ എന്ന് പറയണമെങ്കിൽ എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്നുള്ളതുപോലെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് മെഷറബിൾ സെറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് അതിലെ ഒരു മെഷറിൽ ഇതിലെ ഒരാളുടെ വാല്യൂ 0 ആയിരിക്കണം, അടുത്ത മെഷറിൽ ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ, അതായത് ഈ ബിയുടെ വാല്യൂ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും മ്യൂച്വലി സിംഗുലർ ആണെന്ന് പറയും. സോ ഇവിടെ ജോർദാൻ ഡീകമ്പോസിഷനകത്ത് പറയുന്നത് നമുക്ക് ഒരു സൈൻഡ് മെഷറബിൾ സ്പേസിനകത്ത് ഒരു സൈൻഡ് മെഷർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള രണ്ട് പേരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓൾസോ അങ്ങനെയുള്ള ഒരു യുണീക്ക് പെയർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ തിയറത്തിനകത്ത് ഹാൻഡ് ഡീകമ്പോസിഷൻ തിയറത്തിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. അതായത് എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷർ ഉണ്ടെങ്കിൽ അവിടെ എക്സിനൊരു ഹാൻഡ് ഡീകമ്പോസിഷൻ ഉണ്ടായിരിക്കുമെന്ന് പഠിച്ചായിരുന്നു. അപ്പം അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് എ എന്നും ബി എന്നും പറയുന്ന ഹാൻഡ് ഡീകമ്പോസിഷനായി നമുക്ക് രണ്ട് മെഷറബിൾ സെറ്റിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഹാൻഡ് ഡീകമ്പോസിഷനായിട്ടുള്ള സെറ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി സപ്പോസ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഷറബിൾ സെറ്റിനകത്ത് ഒരു റാൻഡമായിട്ടുള്ളൊരു ഒരു മെഷറബിൾ സെറ്റായിട്ട് ഞാൻ എടുക്കുകയാണ്. അതായത് കളക്ഷനകത്ത് നിന്ന് സിഗ്മ ആൾജിബ്രയ്ക്കകത്ത് നിന്ന് എന്ന് പറയുന്ന റാൻഡമായിട്ടുള്ള ഒരു മെഷറബിൾ സെറ്റിനെ ഞാൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ന്യൂ പ്ലസും ന്യൂ മൈനസും എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അത് ഡിഫൈൻ ചെയ്തിട്ട് വേണം ഇത് മ്യൂച്വലി സിംഗുലർ ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ന്യൂ പ്ലസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഏതെങ്കിലും ഒരു ഇ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റിനകത്ത് ന്യൂ പ്ലസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഓഫ് ഇ ഇൻറ്റർസെക്ഷൻ എയുടെ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഇ എന്ന് പറയുന്ന ഹാൻഡ് ഡീകമ്പോസിഷനകത്ത് ഒരു പോസിറ്റീവ് സെറ്റാണ്. ആ പോസിറ്റീവ് സെറ്റിൻ്റെയും ഇയുടെയും ഇൻറ്റർസെക്ഷനിൽ വരുന്ന സെറ്റിൻ്റെ മെഷർ എന്താണോ അതായിരിക്കും ന്യൂ പ്ലസ് ഓഫ് ഇ. അതേപോലെ തന്നെ ന്യൂ മൈനസ് ഓഫ് ഇ ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് ഓഫ് ന്യൂ ഓഫ് ഇ ഇൻറ്റർസെക്ഷൻ ബി. അപ്പം ഇവിടുത്തെ നെഗറ്റീവ് സെറ്റിൻ്റെയും ഇയുടെയും ഇൻറ്റർസെക്ഷൻ്റെ മെഷർ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ന്യൂ മൈനസ് ഓഫ് ഇ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കാണിക്കേണ്ടത് ന്യൂ പ്ലസ് ഓഫ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ ന്യൂ പ്ലസിന് 0 ആയിരിക്കണം. അതേപോലെ ന്യൂ മൈനസിന് എയുടെ വാല്യൂ 0 ആയിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്ന നമുക്ക് രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ ന്യൂ 1-നകത്ത് എയുടെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂ 2-നകത്ത് എ കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ഇവിടെ അതേപോലെ തന്നെ ന്യൂ പ്ലസിനകത്ത് നമ്മുടെ ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂ മൈനസിനകത്ത് എയുടെ വാല്യൂ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂ പ്ലസ് ഓഫ് ബി ഞാൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ന്യൂ പ്ലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ന്യൂ പ്ലസ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ന്യൂ പ്ലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ന്യൂ ഓഫ് ബി ഇൻറ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ന്യൂ ഓഫ് 5 ആണ്. അതായത് ബിയും എയും ഹാൻഡ് ഡീകമ്പോസിഷൻ ആയതുകൊണ്ട് ഇൻറ്റർസെക്ഷൻ 5 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ തന്നെ ന്യൂ മൈനസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ഓഫ് ഇവിടെ. സോ മൈനസ് ഓഫ് ന്യൂ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമുക്ക് അവിടെ 0 എന്ന് കിട്ടും. അപ്പോൾ ന്യൂ പ്ലസ് ഓഫ് ബിയുടെ വാല്യൂ ന്യൂ മൈനസ് ഓഫ് എയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ന്യൂ പ്ലസ് എന്ന് പറയുന്നതും ന്യൂ മൈനസ് എന്ന് പറയുന്നതും മ്യൂച്വലി സിംഗുലർ ആണെന്നുള്ളത് നമുക്ക് കിട്ടി.
ഇനി നമുക്ക് കാണിക്കേണ്ടത് ന്യൂ ഈക്വൽ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് നമുക്ക് കാണിക്കണം. അതായത് ന്യൂ ഓഫ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പം ഇനെ നമുക്ക് ഇ എന്ന് പറയുന്ന സെറ്റിനെ എനിക്ക് ഇ ഈക്വൽ ടു ഇ ഇൻട്രസെക്ഷൻ എ യൂണിയൻ ഇ ഇൻട്രസെക്ഷൻ ബി ഇങ്ങനെ നമുക്ക് എഴുതത്തില്ലേ. അതായത് ഇതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്ന സെറ്റെങ്കിൽ അതിനകത്തെ ഒരു പോർഷനാണ് എ എന്ന് പറയുന്നതും ഒരു പോർഷൻ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് ബി. അപ്പോൾ സപ്പോസ് ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയായിട്ട് കിടക്കുന്ന ഒരു സെറ്റാണ് ഇ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഈ ഇൻട്രസെക്ഷൻ എയ്ക്കകത്ത് എന്തുമാത്രം ഉണ്ടോ അതേ യൂണിയൻ ഈ ഇൻട്രസെക്ഷൻ ബിക്കകത്ത് എന്തുമാത്രം പോർഷൻ ഉണ്ടോ അതും കൂടിയായിരിക്കും. അപ്പോൾ ന്യൂ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. സോ ന്യൂ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ന്യൂ ഓഫ് ഇ ഇൻട്രസെക്ഷൻ എ യൂണിയൻ ഇ ഇൻട്രസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ദറ്റ് ഈസ് ന്യൂ ഓഫ് ഇ ഇൻട്രസെക്ഷൻ എ പ്ലസ് ന്യൂ ഓഫ് ഇ ഇൻട്രസെക്ഷൻ ബി എന്ന് നമുക്ക് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ന്യൂ പ്ലസ് ഓഫ് ഇ മൈനസ് ന്യൂ മൈനസ് ഇ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ന്യൂ ഈക്വൽ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്ന് കിട്ടി. അടുത്ത നമുക്കിതിൻ്റെ യുണീക്നെസ് പാർട്ട് നോക്കാം. ഓക്കെ, അപ്പം യുണീക്നെസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതായത് ന്യൂ എന്ന് പറയുന്ന ഒരു മെഷറിനെ നമുക്ക് ന്യൂ പ്ലസും ന്യൂ മൈനസും ആയിട്ട് രണ്ട് മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള മെഷേഴ്സ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്ന്. ഇനി യുണീക്ക് അല്ലാതെ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതേപോലെ തന്നെ രണ്ട് പോസിറ്റീവ് മെഷേഴ്സ് ഉപയോഗിച്ചിട്ട് ന്യൂവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നേരത്തെ എടുത്തതുപോലെ ദാറ്റ് ഈസ് ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്ന് പറഞ്ഞ് ന്യൂ പ്ലസ് ന്യൂ മൈനസ് എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സച്ച് ദാറ്റ് ന്യൂ പ്ലസ് എന്ന് പറയുന്നതും ന്യൂ മൈനസ് എന്ന് പറയുന്നതും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ തൊട്ട് മുന്നിലായിട്ട് പറഞ്ഞായിരുന്നല്ലോ എ എന്ന് ബി എന്ന് പറയുന്ന രണ്ട് ഹാൻഡ് ഡീകമ്പോസിഷൻ നമുക്കിവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ന്യൂ പ്ലസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ന്യൂ പ്ലസ് ഓഫ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ന്യൂ മൈനസ് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അത് തൊട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെ എക്സ് എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഹാൻഡ് ഡീകമ്പോസിഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ന്യൂ പ്ലസ് ന്യൂ മൈനസ് എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് മെഷേഴ്സ് ഉണ്ട്. ന്യൂവിനെ നമുക്ക് ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവർ രണ്ടുപേരും മ്യൂച്വലി സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇവർ മ്യൂച്വലി സിംഗുലർ ആയതുകൊണ്ട് തന്നെ ന്യൂ പ്ലസ് ഓഫ് ബി ഈക്വൽ ടു 0യും ന്യൂ മൈനസ് ഓഫ് എ ഈക്വൽ ടു 0യും ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അസ്യൂം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സപ്പോസ് നമ്മൾ രണ്ടാമത്തെ ഒരു മെഷറും കൂടി ഉണ്ടെന്ന് ഇങ്ങനെ ഇതേ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മെഷർ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ന്യൂവിനെ എനിക്ക് ലാംഡ പ്ലസ് മൈനസ് ലാംഡ മൈനസ് എന്ന് പറഞ്ഞ് ഇങ്ങനെയും എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലാംഡ പ്ലസിന് ലാംഡ മൈനസ് എന്ന് പറഞ്ഞ രണ്ട് പോസിറ്റീവ് മെഷേഴ്സ് ഉണ്ട്. സച്ച് ദാറ്റ് ലാംഡ പ്ലസും ലാംഡ മൈനസും മ്യൂച്വലി സിംഗുലർ ആണ്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഹാൻഡ് ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് എ ഡാഷ് എന്നും ബി ഡാഷ് എന്നും പറയുന്ന ഒരു ഡീകമ്പോസിഷനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0യും ലാംഡ മൈനസ് എ ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0യുമായിട്ടും. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഇതെല്ലാം ഒന്നാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു റാൻഡം ആയിട്ടുള്ള ഒരു മെഷറബിൾ സെറ്റിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് ഇ എന്ന് പറയുന്നൊരു റാൻഡം മെഷറബിൾ സെറ്റിനെ എടുക്കുന്നു. സച്ച് ദാറ്റ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് അതായത് എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു ഹാൻഡ് ഡീകമ്പോസിഷനാണ് എയും ബിയും. ഇതേ എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ മറ്റൊരു ഹാൻഡ് ഡീകമ്പോസിഷനാണ് എ ഡാഷ് എന്നും ബി ഡാഷ് എന്നും പറയുന്നത്. സോ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിനകത്താണ് സപ്പോസ് ഇ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ന്യൂ ഓഫ് ഇ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? ന്യൂ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ലാംഡ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ഇ മൈനസ് ലാംഡ മൈനസ് ഓഫ് ഇ എന്ന് നമുക്ക് എഴുതാം. കാരണം ന്യൂ ഈക്വൽ ടു ലാംഡ പ്ലസ് മൈനസ് ലാംഡ മൈനസ് ആണ്. അതിങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്കറിയാം ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇൻട്രസെക്ഷൻ ബി ആണെങ്കിൽ ബി ഡാഷ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എയും ആണ്. അതേപോലെ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡാഷ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം വി നോ ദാറ്റ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡാഷ്. ഈ ബി ഡാഷിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ
മെഷറിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡാഷ് ആണെങ്കിൽ അതിൻ്റെ മെഷറും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ നമുക്കറിയാം ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് മെഷറാണ് നമ്മൾ പറയുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് ലാംഡ പ്ലസ് ഓഫ് ഇയുടെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മളത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ന്യൂ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ മൈനസ് ഓഫ് ഇ എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഡാഷ് എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് ഓൾസോ ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഹാൻഡ് ഡീകമ്പോസിഷനിലാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റ്, ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് സെറ്റാണ്. ഒരു പോസിറ്റീവ് സെറ്റാണ് വിച്ച് ഇംപ്ലൈസ് ന്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് പോസിറ്റീവ് സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ സബ്സെറ്റിൻ്റെ മെഷർ എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾസോ ഈ ലാംഡ മൈനസും ലാംഡ പ്ലസും എല്ലാം തന്നെ പോസിറ്റീവ് മെഷേഴ്സാണ്. ഓക്കെ, സോ ഈ ലാംഡ മൈനസ് എന്ന് പറയുന്നൊരു പോസിറ്റീവ് മെഷറാണ്. അതുകൊണ്ട് തന്നെ ലാംഡ മൈനസ് ഓഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് മൈനസ് ഓഫ് ലാംഡ മൈനസ് ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈനസ് ഓഫ് ലാംഡ മൈനസ് ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ന്യൂ ഓഫ് ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും റൈറ്റ് സൈഡിലെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് പോസിബിൾ ആകണമെങ്കിൽ ഇവർ രണ്ടുപേരുടെ വാല്യൂ ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. സോ വിച്ച് ഇംപ്ലൈസ് ന്യൂ ഓഫ് ഇ ഈക്വൽ ടു മൈനസ് ലാംഡ മൈനസ് ഓഫ് ഇ ഈക്വൽ ടു 0. സോ വിച്ച് ഇംപ്ലൈസ് ന്യൂ ഓഫ് ഇ ഈക്വൽ ടു ലാംഡ മൈനസ് ഓഫ് ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു മെഷറബിൾ സെറ്റിന് എടുക്കുകയാണ് ഇ ഡാഷ് എന്ന് പറയുന്ന മെഷറബിൾ സെറ്റ് സച്ച് ദാറ്റ് ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഞാനിപ്പം ലാംഡ എന്ന് പറയുന്ന മെഷർ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ന്യൂ ഓഫ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ഇ ഡാഷ് മൈനസ് ലാംഡ മൈനസ് ഓഫ് ഇ ഡാഷ് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ് ആണെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു സബ്സെറ്റ് ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ് ആണെങ്കിൽ മെഷറിലും ഇതേ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ദറ്റ് ഈസ് ലാംഡ പ്ലസ് ലാംഡ മൈനസ് ആണ്. ദറ്റ് ഈസ് ലാംഡ മൈനസ് ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ മൈനസ് ഓഫ് എ ഡാഷ് നമുക്ക് കിട്ടും. പക്ഷേ ലാംഡ മൈനസ് ഓഫ് എ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് തൊട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ വിച്ച് ഇംപ്ലൈസ് ലാംഡ മൈനസ് ഓഫ് ഇ ഡാഷിൻ്റെ വാല്യൂ 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2-നകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? which implies equation number 2 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂ ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ഇ ഡാഷ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ് ആണ്. അതുപോലെ തന്നെ ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്. സോ നൗ ഇ ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഹാൻഡ് ഡീകമ്പോസിഷനകത്ത് ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ബിയുടെ സബ്സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് എല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും. സോ വിച്ച് ഇംപ്ലൈസ് ന്യൂ ഓഫ് ഇ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ലാംഡ പ്ലസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് മെഷറായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ലാംഡ പ്ലസ് ഈസ് എ പോസിറ്റീവ് മെഷർ വിച്ച് ഇംപ്ലൈസ് പോസിറ്റീവ് മെഷർ ആയതുകൊണ്ട് തന്നെ ലാംഡ പ്ലസ് ഓഫ് ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും വിച്ച് ഇംപ്ലൈസ് ഇവരെല്ലാവരും ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. ദറ്റ് ഈസ് ന്യൂ ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് റാൻഡം ആയിട്ടുള്ള ടി എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റിനെ കൺസിഡർ ചെയ്യുക. ദറ്റ് ഈസ് ടി എന്ന് പറയുന്നത് എം എന്ന് പറയുന്ന കളക്ഷനകത്തെ ഒരു മെഷറബിൾ സെറ്റാണ്, റാൻഡം മെഷറബിൾ സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ടി എ എനിക്ക് ദാറ്റ് ഈസ് ടി ഈക്വൽ ടു ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് യൂണിയൻ ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഇപ്പം ഇതാണ് നമ്മളുടെ എക്സിനകത്തെ ഒരു ഹാൻഡ് ഡീകമ്പോസിഷനാണ് എ ഡാഷ് ബി ഡാഷ് എന്ന് നമ്മൾ പറഞ്ഞത്. സോ ഇതാണ് നമ്മളുടെ എ ഡാഷും ബി ഡാഷും. ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സെറ്റാണ്. സോ ടി ഇൻ്റർസെക്ഷൻ എ ഡാഷും ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെയും യൂണിയൻ എടുക്കുമ്പോഴാണ് നമുക്ക് ടി എന്ന് പറയുന്ന ഒരു റാൻഡം മെഷറബിൾ സെറ്റിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ ലാംഡ പ്ലസ് രണ്ടിടത്തും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ടി എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് പ്ലസ് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്നാണ് നമ്മൾ ആദ്യം തന്നെ ഈ ലാംഡ പ്ലസ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് എടുത്തിരിക്കുന്നത്. സോ ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അതുകൊണ്ട് തന്നെ ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആയിരിക്കും. അത് തിരിഞ്ഞു പോയി. ദാറ്റ് ഈസ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നതാണ് ബി ഡാഷിൻ്റെ സബ്സെറ്റാണ് നമുക്കറിയാം. അതായത് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷ് ആയിരിക്കും. ലാംഡ പ്ലസ് ഓഫ് ബി ഡാഷിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ വാല്യൂ നമുക്ക് 0 ആയി തന്നെ കിട്ടും. അതായത് ഈ ഇക്വേഷനിലെ ഈ വാല്യൂ 0 ആയി. അപ്പോൾ പിന്നെ ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ടീനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്നും എഴുതാം. ഓൾസോ നമ്മൾ ആദ്യം തന്നെ എക്സ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിനെ നോക്കിയപ്പം എ യൂണിയൻ ബി ആക്കി എഴുതാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടി ഇൻ്റർസെക്ഷൻ എ ഡാഷിനെ എനിക്ക് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എക്സ് ഇങ്ങനെയായിട്ട് എടുക്കാമല്ലോ. കാരണം എക്സിനകത്താണ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് കിടക്കുന്നത്. സോ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് തന്നെയായിരിക്കും. സോ ഇതിന് നമുക്ക് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷനുണ്ട്, ഇവിടെ യൂണിയനും ഉണ്ട്. സോ അതിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ദാറ്റ് ഈസ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഇങ്ങനെയായിട്ട് എഴുതാം. അപ്പോൾ നമുക്കിപ്പം ഞാനിവിടെ മെഷർ എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ പ്ലസ് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലായിട്ട് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബിയുടെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ലാംഡ പ്ലസിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ആണെന്ന് നമുക്കറിയാം. അതായത് ഇതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് ഇതിൻ്റെ ഏതൊരു സബ്സെറ്റിൻ്റെ വാല്യൂ ലാംഡ പ്ലസിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാനായിട്ട് പറ്റും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ 0 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ എന്ന് കിട്ടും. ഈ ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ പ്ലസ് ഓഫ് ടി ആണ്. അതായത് നമുക്കിപ്പം ലാംഡ പ്ലസ് ഓഫ് ടി ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ എന്ന് കിട്ടും. ഓൾസോ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ലാംഡ മൈനസ് ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഡാഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ മൈനസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ മൈനസ് ഓഫ് എ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. സോ ഇതിൻ്റെ വാല്യൂ നമുക്കവിടെ 0 തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ പ്ലസ് ഓഫ് ടി ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ എന്നാണ് തൊട്ട് മുന്നിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടി. സോ ഇതിനെ കൂടി ഇങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ വ്യത്യാസമൊന്നും വരില്ല. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ലാംഡ മൈനസ് ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ എ.
വിച്ച് ഈസ് ഈക്വൽ ടു, സോ ലാംഡ പ്ലസ് ഓഫ് സംതിങ് മൈനസ് ലാംഡ മൈനസ് ഓഫ് അതേ സെറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ന്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഇ ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ടി എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനിപ്പം ദാറ്റ് ഈസ് ലാംഡ പ്ലസ് ഓഫ് ടി ഈക്വൽ ടു ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് പ്ലസ് ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ടേമിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ടേം കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂ ഓഫ് ബി ഡാഷ് അതായത് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെ ഏതൊരു സബ്സെറ്റ് ഉണ്ടെങ്കിലും, അതായത് അതിൻ്റെ നമ്മൾ നേരത്തെ എടുത്തിരുന്നു ഇ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ, എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ന്യൂ ഓഫ് ഇ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ലാംഡ മൈനസ് ഓഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നതും 0 ആയിരിക്കും നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ന്യൂ ഓഫ് ഇയും ലാംഡ മൈനസ് ഓഫ് ഇയുടെ വാല്യൂവും 0 തന്നെയായിരിക്കും. അതായത് ഞാനിപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ന്യൂ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെ വാല്യൂ 0 അപ്പോൾ അതിൻ്റെ സബ്സെറ്റിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് 0 സോ ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെ ഒരു സബ്സെറ്റാണ്. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തെന്ന് വിചാരിച്ച് അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് ഈ ബി ഡാഷും അതായത് ഈ എ ഡാഷും ഈ ബി ഡാഷും, ഇപ്പോൾ ഇവിടെ നമ്മൾ എ ഡാഷുമായിട്ടുള്ള ഇൻ്റർസെക്ഷനിലെയും ബി ഡാഷുമായിട്ടുള്ള ഇൻ്റർസെക്ഷനിലെയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ടി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നതാണ് എ ഡാഷുമായിട്ടുള്ള സെറ്റിലെ അതുമായിട്ട് ഇൻ്റർസെക്ഷൻ വരുന്നതും ബി ഡാഷ് എന്ന് പറയുന്ന സെറ്റിലുള്ളതിൻ്റെ ഇൻ്റർസെക്ഷനുമായിട്ടുള്ളതും ഇത് രണ്ടും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹാൻഡ് ഡീകമ്പോസിഷനാണ്, ഇതാണ് എ, ഇതാണ് ബി. രണ്ടാമത്തെ ഹാൻഡ് ഡീകമ്പോസിഷനാണ് ഈ മൊത്തത്തിലുള്ള സെറ്റാണ് നമ്മളുടെ എ ഡാഷ്. ഈ താഴെ കിടക്കുന്ന ഇത്രയുമാണ് നമ്മളുടെ ബി ഡാഷ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ടി എന്ന് പറയുന്നത് ഇതിലെല്ലാത്തിലും കിടക്കുന്ന ഒരാളായിട്ട് തൽക്കാലം ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷിലും ഉണ്ട്, എയിലും ഉണ്ട്, ടിയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ മുഴുവനായിട്ടും വരും. ഇനി അടുത്തത് ടി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടിയിലും ഉണ്ട്, അതുപോലെ എയിലും ഉണ്ട്, ബി ഡാഷിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷനായിട്ടായിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ എയോട് തുല്യമല്ലേ? ടിയും എയും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തോരം പോർഷനാണോ വരുന്നത് അത്രയും പോർഷൻ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അതായത് ടി ഇൻ്റർസെക്ഷൻ എ ഡാഷും ബി ഡാഷും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഡാഷിൻ്റെയും ബി ഡാഷുമായിട്ടും ഇൻ്റർസെക്ഷനിൽ കിടക്കുന്ന സകല പോർഷനും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇൻ്റർസെക്ഷൻ എയിലെ എല്ലാ പോർഷൻസും തന്നെയാണ് നമ്മളവിടെ എടുക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ഓഫ് ടി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് ന്യൂ പ്ലസ് ഓഫ് ടി ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ആദ്യത്തേത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ എന്ത് കിട്ടി? അതായത് ന്യൂ പ്ലസ് ഓഫ് സം മെഷറബിൾ സെറ്റ് ഈക്വൽ ടു ലാംഡ പ്ലസ് ഓഫ് ദാറ്റ് മെഷറബിൾ സെറ്റ് എന്ന് നമുക്ക് കിട്ടി. അതായത് നമ്മൾ ബേസിക്കലി കണ്ടുപിടിച്ച് വരേണ്ടത് ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു ലാംഡ എന്നാണ് നമുക്ക് കാണേണ്ടത്. കാരണം രണ്ട് സൈഡും രണ്ട് മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള രണ്ട് മെഷേഴ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും തുല്യമാണെന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പാർട്ട് രണ്ട് തുല്യമാണെന്ന് കാണിച്ചു. ഇതേ സിമിലർ വേയിൽ തന്നെ നമ്മൾ നെഗറ്റീവ് പാർട്ടും സിമിലർ ആണ് നമ്മൾ കാണിച്ചിട്ട് ഏറ്റവും അവസാനം നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു ലാംഡ എന്ന്. അടുത്തത് 1-2 ഡെഫിനിഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ കൺസിഡർ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനെ ഞാനിപ്പം എസ് എന്ന് വിളിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം മ്യൂ എന്ന് പറയുന്നത് എസ്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പം ഈ ഒരു ഫംഗ്ഷനെ ഞാൻ കൗണ്ടബിളി മൊണോട്ടോൺ എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ആ കണ്ടീഷൻ എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പം സപ്പോസ്
ഇ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സെറ്റിനകത്തെ എലമെൻറ്റാണ്. അതേപോലെ തന്നെ ഇ കെകളും എല്ലാം തന്നെ എസ്സിനകത്തെ എലമെൻറ്റ്സാണ്. സച്ച് ദാറ്റ് ഈ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ എന്ന് പറയുന്നത് ഇയുടെ ഒരു കവറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മ്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ഈസ് എ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഓഫ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ ഓഫ് ഇ കെ. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ കൗണ്ടബിളി മൊണോട്ടോൺ എന്ന് വിളിക്കാം. സോ ഒന്നും കൂടി ഞാൻ പറയാം. നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. അതിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെ ഞാനിപ്പം എസ് എന്ന് വിളിച്ചു. എസ്സിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് മ്യൂ. ഈ മ്യൂവിനെ കൗണ്ടബിളി മൊണോട്ടോൺ എന്ന് പറയണമെങ്കിൽ എസ്സിനകത്തെ ഇ എന്ന് പറയുന്ന ഒരു സെറ്റും അതേപോലെ ഇ കേസ് എന്ന് പറയുന്നതും എസ്സിനകത്തെ സെറ്റ് തന്നെയാണ്. സച്ച് ദാറ്റ് ഈ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ എന്ന് പറയുന്നത് ഇയുടെ ഒരു കവറാണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇ കേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇയെ കവർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മെഷർ, അതായത് ഈ മ്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ ഓഫ് ഇ കെ. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മ്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനെ കൗണ്ടബിളി മൊണോട്ടോൺ എന്ന് പറയാം. അടുത്ത ഡെഫിനിഷൻ പറയുന്നത് ഇപ്പം ഇതേപോലെ തന്നെ മ്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ മൊണോട്ടോൺ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് സബ്സെറ്റ്സിനകത്ത് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് റാൻഡമായിട്ടുള്ള സെറ്റുകളെ നമ്മളെടുത്തു. സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ അതിൻ്റെ മെഷറും അതായത് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് മ്യൂ ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഓഫ് ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ മൊണോട്ടോൺ എന്ന് വിളിക്കും. സോ അടുത്ത ഡെഫിനിഷൻ പറയുന്നത് അതായത് ഇപ്പം മ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് സച്ച് ദാറ്റ് 2 raised to x എന്ന് പറഞ്ഞാൽ എക്സിനകത്തെ എല്ലാ പവർ സെറ്റുകളെയുമാണ് നമ്മൾ 2 raised to x കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ. അപ്പം ആ 2 raised to x നിന്ന് അല്ലെങ്കിൽ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനിൽ നിന്ന് ക്ലോസ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു ഫംഗ്ഷനെ ഞാൻ ഔട്ടർ മെഷർ എന്ന് പറയണമെങ്കിൽ അത് ഈ പവർ സെറ്റിനകത്ത് ഫൈ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും, അതായത് നൾ സെറ്റ് ഉണ്ടായിരിക്കും. ആ നൾ സെറ്റിനെ അത് 0യിലേക്കായിരിക്കണം മാപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൗണ്ടബിളി മൊണോട്ടോൺ എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനെ ഔട്ടർ മെഷർ എന്ന് പറയാം. അടുത്തത് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിനെ കൺസിഡർ ചെയ്യുക. എക്സിൻ്റെ എല്ലാ പവർ സെറ്റിൽ നിന്ന് ക്ലോസ് ടു 0 ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു ഔട്ടർ മെഷറാണ് മ്യൂ സ്റ്റാർ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഒരു സബ്സെറ്റ്, അതായത് ഇ എന്ന് പറയുന്നൊരു സബ്സെറ്റ് മെഷറബിൾ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് എക്സിൻ്റെ വേറെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എയെ ഞാൻ എടുക്കുകയാണെങ്കിൽ മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ്. ഈ ഫോമിലേക്ക് എനിക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇ എന്ന് പറയുന്ന ആ ഒരു സെറ്റിനെ എനിക്ക് മെഷറബിൾ എന്ന് പറയാനായിട്ട് പറ്റും. സോ അടുത്തൊരു പ്രൊപ്പോസിഷൻ പറയുന്നത് ദ യൂണിയൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. മെഷറബിൾ സെറ്റിൻ്റെ ഒരു ഫൈനൈറ്റ് കളക്ഷൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് മെഷറബിൾ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ആദ്യം രണ്ട് മെഷറബിൾ സെറ്റിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ലെറ്റ് E1 അതേപോലെ E2 എന്നും പറയുന്ന രണ്ട് മെഷറബിൾ സെറ്റിനെ എടുക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് മെഷറബിൾ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് മെഷറബിൾ സെറ്റിൻ്റെ ഡെഫിനേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണെങ്കിൽ എക്സിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെയും E1ഉം E2 മെഷറബിൾ ആണെന്ന് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് സപ്പോസ് എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സബ്സെറ്റായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറയാൻ പറ്റും. അതായത് E1 എന്ന് പറയുന്ന മെഷറബിൾ ആയതുകൊണ്ട് എക്സിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻട്രസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ഈ എ ഇൻട്രസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും എക്സിൻ്റെ ഒരു സബ്സെറ്റ് തന്നെയാണ് അല്ലേ. അതായത് എ ഇൻട്രസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് തന്നെയാണ്.
അപ്പം നമ്മൾ പറഞ്ഞു ഈവൺ മെഷറബിൾ ആയതുകൊണ്ട് എക്സിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ E2 എന്ന് പറയുന്നത് മെഷറബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് intersection E2 plus mu star of A intersection E1 complement intersection E2 complement. അതായത് ഇവിടെ ആലോചിച്ചൊക്കെ E1 എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്തത് ഞാൻ എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സെറ്റിനെ എടുക്കുന്നു. അത് എക്സിൻ്റെ സബ്സെറ്റാണ് നമുക്ക് അറിയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ മെഷറബിൾ സെറ്റിൻ്റെ അതേ സാധനം, അതേ ഡെഫിനേഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യണം. E2 എന്ന് പറയുന്നത് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഇൻറ്റർസെക്ഷൻ E1ന് പകരമായിട്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? എയുടെ സ്ഥാനത്ത് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് ആണ് ഇൻറ്റർസെക്ഷൻ. E1ൻ്റെ സ്ഥാനത്ത് നമ്മുടെ E2 ആണ് ഇവിടെ മെഷറബിളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 പ്ലസ് ഇനി അവിടെ അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി വരും. അതായത് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. അപ്പം ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എനിക്ക് ഇക്വേഷൻ 1-നകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 ഇംപ്ലൈസ് ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. അടുത്തത് നമ്മളിവിടെ രണ്ട് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റിനെ നമുക്ക് ദാറ്റ് ഈസ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് എന്ന് പറയാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റർസെക്ഷൻ ഇതിനെ നമുക്ക് E1 യൂണിയൻ E2 ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി. സോ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി പറയുന്നത് ദാറ്റ് ഈസ് എ ഇൻറ്റർസെക്ഷൻ E1 യൂണിയൻ എ ഇൻറ്റർസെക്ഷൻ E2 ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റർസെക്ഷൻ E1 യൂണിയൻ E2 ആണ്. അത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് നോക്കാം. അതായത് ഇത് എയും E1 E2 എന്ന് പറയുന്ന 3 സെറ്റായിട്ട് ഞാൻ എടുത്തു. സോ എ ഇൻറ്റർസെക്ഷൻ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് നോക്കുന്നത്. സോ എ ഇൻറ്റർസെക്ഷൻ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഇത്രയും പോർഷനായിട്ട് വരും. അതേപോലെ തന്നെ എ ഇൻറ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതാ ഇത്രയും പോർഷനായിരിക്കും എനിക്ക് എ ഇൻറ്റർസെക്ഷൻ E2 വരുന്നത്. ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ E1-നകത്ത് ഇല്ലാത്ത എലമെൻറ്റ്സ് വേണം അവിടെ എടുക്കാനായിട്ട്. അപ്പം വരുമ്പോൾ ആര് വരും? എ ഇൻറ്റർസെക്ഷൻ E2 ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പം ഇത്രയും സെറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? E1 യൂണിയൻ E2ഉം എയും തമ്മിലുള്ള ഇൻറ്റർസെക്ഷനാണ്. അതായത് ഈ ഐഡൻറ്റിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി അവിടെ നമുക്ക് ഈ ഒരു അവസാനത്തിനകത്ത് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റിൻ്റെ പകരമായിട്ട് നമുക്ക് ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റർസെക്ഷൻ E1 യൂണിയൻ E2 ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ഈ ഇക്വേഷനെ ഞാനിപ്പോൾ 2 എന്ന് വിളിക്കുകയാണെങ്കിൽ സോ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പം ആയിരിക്കുന്നത് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻറ്റർസെക്ഷൻ E1 യൂണിയൻ E2 ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ അതായത് എ ഇൻറ്റർസെക്ഷൻ E1 അതാണ് ഈ എലമെൻറ്റ്. അതേപോലെ തന്നെ എ ഇൻറ്റർസെക്ഷൻ E2 ഇൻറ്റർസെക്ഷൻ E1 കോംപ്ലിമെൻറ്റ് അതാണ് നമ്മുടെ ഈ ഒരു സെറ്റ്. അപ്പം ഇവിടെ നമ്മൾ മ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂ സ്റ്റാർ ഓഫ് ഇങ്ങനെ ഇതിൻ്റെ യൂണിയൻ കിട്ടും.
അപ്പം ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ സമ്മേഷനാക്കി എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇതിൻ്റെ സം പ്ലസ് ഇതിൻ്റെ സം. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടിയായിട്ട് നമുക്കിപ്പോൾ എന്ത് എഴുതാൻ പറ്റും? മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 എന്ന് എഴുതാം. സോ വിച്ച് ഇംപ്ലൈസ് മ്യൂ സ്റ്റാർ ഓഫ് എ എനിക്ക് ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 അപ്പം അത് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് ഓക്കെ. ഇപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു. അതായത് E1 എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണെന്ന് പറയുകയാണെങ്കിൽ എ എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 കോംപ്ലിമെൻ്റ് എന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് E1 അവിടെ മെഷറബിൾ സെറ്റാണെന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ E1ൻ്റെ സ്ഥാനത്ത് ഇവിടെ E1 യൂണിയൻ E2 ആണ്, ഇവിടെ E1 യൂണിയൻ E2 ദ കോംപ്ലിമെൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷറബിൾ സെറ്റിൻ്റെ ഡെഫിനിഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് ആര് കിടക്കുന്നതേ ഉള്ളൂ? E1 യൂണിയൻ E2 കിടക്കുന്നതേ ഉള്ളൂ. സോ വിച്ച് ഇംപ്ലൈസ് E1 യൂണിയൻ E2 എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റായിട്ട് നമുക്ക് പറയാം. ഇതിപ്പം E1 യൂണിയൻ E2 മാത്രമാകുമ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നമ്മൾ ഫൈനൈറ്റ് ആയിട്ടുള്ള എത്ര മെഷറബിൾ സെറ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ തന്നെ അതെല്ലാം മെഷറബിൾ ആണെന്ന് കാണിക്കാൻ പറ്റും. സോ അടുത്ത പ്രപ്പോസിഷൻ നമുക്ക് നോക്കാം. അതായത് ലെറ്റ് എക്സ് എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്നെടുക്കുക. അതേപോലെ തന്നെ കെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈക്വൽ ടു 1 to n EK എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ EK ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫൈനൈറ്റിൽ നമ്മൾ 2 എലമെൻറ്റ്സിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് 2 ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള മെഷറബിൾ സെറ്റിനെ മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി E1 ആൻഡ് E2. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ E1ഉം E2ഉം ഡിസ്ജോയിൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ ലെറ്റ് ഇറ്റ് ബി, ഇതാണ് നമ്മുടെ E1ഉം ഇതാണ് E2ഉം. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സിനകത്തെ ഏതെങ്കിലും ഒരു സബ്സെറ്റാണ്. അപ്പോൾ അത് E1-നകത്തും E2-നകത്തും ഒക്കെ നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ എ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ E1 യൂണിയൻ E2 എന്ന് പറഞ്ഞാൽ ഈ 2 എലമെൻറ്റ്സും E1 യൂണിയൻ E2 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്സ് മുഴുവൻ വരും. അത് ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷനായിരിക്കും വരുന്നത്. എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോർഷൻ മാത്രം വരും. ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്, അപ്പോൾ നമ്മൾ E2-നകത്ത് ഇല്ലാത്ത എലമെൻറ്റ്സിനെ മാത്രമായിരിക്കും എടുക്കുന്നത്. അതായത് ഇത്രയുമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ് വരുന്നത്. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എയും E1ഉം തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ്. ഓക്കെ, അപ്പം എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റിന് എനിക്ക് എ ഇൻ്റർസെക്ഷൻ E1 എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ E2 എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണെന്ന് നമുക്കറിയാം. സോ മെഷറബിൾ സെറ്റിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് ഇത് ഇൻ്റർസെക്ഷൻ E2, അതായത് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് E2ൻ്റെ കോംപ്ലിമെൻറ്റ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ്. നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷൻ E2 കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതാണ് എ ഇൻ്റർസെക്ഷൻ E1. അതേപോലെ തന്നെ ഇവിടെ എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 കൂടി നമുക്ക് നോക്കാം. സോ E1 യൂണിയൻ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിൻ്റെയും കൂടെ യൂണിയൻ, അതേ ഇൻ്റർസെക്ഷൻ എ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോർഷൻസ് വരും. അതേ ഇൻ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷനായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ വരും. ഇതെന്ന് പറയുന്നത് ഇത്രയും പോർഷൻ വരും. സോ ഇതെന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? എയും E2 തമ്മിലുള്ള ഇൻ്റർസെക്ഷനോട് തുല്യമാണ്. അതായത് നമുക്കിതിനെ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 യൂണിയൻ E2. അതായത് നമ്മുടെ ഇവിടുത്തെ എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു എൻ ഇ കെ. ഇതിൻ്റെ മ്യൂ സ്റ്റാർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E2 പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ E1 നമുക്ക് കിട്ടി. സോ n ഈക്വൽ ടു 2ൻ്റെ കേസിൽ ഇത് റിസൾട്ട് ട്രൂ ആവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ കൂടുതലായിട്ടുള്ള സെറ്റുകൾ ഡിസ്ജോയിൻ്റ് കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത പ്രപ്പോസിഷൻ പറയുന്നത് യൂണിയൻ ഓഫ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് മെഷറബിൾ ആണെന്ന് നമുക്ക് കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് സപ്പോസ് അതായത് ഈക്വൽ ടു യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ എന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ കളക്ഷനെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഇ കെകളും തന്നെ മെഷറബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എല്ലാ ഇ കെകളും തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം അതല്ലെങ്കിൽ നമ്മളിപ്പം ഇ കെക്ക് പകരമായിട്ട് അതായത് ഇ കെ മൈനസ് യൂണിയൻ ഓഫ് ഐ ഈക്വൽ ടു 1 to k minus 1 EI. അതായത് ഞാനിപ്പം ഇ കെകൾ സപ്പോസ് ഡിസ്ജോയിൻ്റ് അല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ E1നെ ഞാൻ E1 ആയിട്ട് തന്നെ എടുക്കുന്നു. അടുത്ത E2നെ അപ്പം ഞാൻ എടുക്കുന്നത് അതായത് E2വിൽ നിന്ന് E1നെ മൈനസ് ചെയ്തിട്ടുള്ള പോർഷനായിട്ടാണ് അടുത്ത ഞാൻ E2നെ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത E3 എന്ന് പറയുന്നത് സപ്പോസ് ഇവർക്കിടയിൽ ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് E3 മൈനസ് ഈ 2 പേരെയും കൂടി നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോർഷൻ എന്താണോ അതിനെ ഞാൻ E3 എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഒരു ഡിസ്ജോയിൻ്റ് കളക്ഷനെ നമുക്ക് കിട്ടും. അപ്പം സോ നമ്മൾ വിതൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഇ കെകളെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടാണ്. ഇനി സപ്പോസ് എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി അതേപോലെ തന്നെ നമ്മൾ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ ആണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ ഈ എൻ അതായത് ഒരു ഫൈനൈറ്റ് യൂണിയനെ നമ്മളിനി എഫ് എൻ എന്ന് ഒന്ന് ഡിനോട്ട് ചെയ്യണം. അതായത് ലെറ്റ് എഫ് എൻ ഈക്വൽ ടു യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to n ഇ കെ. ഓക്കെ, അതായത് ആ ഒരു എൻ യൂണിയനെയാണ് ഞാനിപ്പം എഫ് എൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇ കെകളെല്ലാം തന്നെ മെഷറബിളാണ്. ഇതൊരു ഫൈനൈറ്റ് യൂണിയനാണ്. സോ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് മെഷറബിൾ സെറ്റ് എന്ന് പറയുന്നത് മെഷറബിൾ ആണെന്ന് നമുക്കറിയാം. സോ എഫ് എൻ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പം എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൈറ്റ് കളക്ഷൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പം ഇതാണ് നമ്മുടെ E1, ഇതാണ് നമ്മുടെ E2, ഇതാണ് E3 എക്സെട്ര. ഇതാണ് ഇപ്പോൾ നമ്മുടെ En എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് En+1 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എഫ് എന്നിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത്രയും ആൾക്കാരുടെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരും. അപ്പോൾ എഫ് എന്നിൻ്റെ കോംപ്ലിമെൻറ്റും അതുപോലെ ഇയുടെ കോംപ്ലിമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വീണ്ടും സെറ്റുകൾ നമുക്ക് കിടപ്പുണ്ട്. ആ സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തിട്ട് കോംപ്ലിമെൻ്റ് എടുക്കുന്നതാണ് ഇയുടെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എഫ് എന്നിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതായിരിക്കും സൂപ്പർ സെറ്റ്. സോ എഫ് എൻ കോംപ്ലിമെൻറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ. അതായത് ഇ എന്ന് പറയുന്നതിനെയാണ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് എഫ് എൻ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇനി എഫ് എൻ എന്ന് പറയുന്നത് മെഷറബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു റാൻഡം സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മെഷറബിൾ സെറ്റിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ദറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് എൻ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് എൻ കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞു എഫ് എൻ കോംപ്ലിമെൻറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഇ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഈ മ്യൂ സ്റ്റാറിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ എഫ് എൻ അതുപോലെ തന്നെ എഴുതുക. എഫ് എന്നിനേക്കാളും എഫ് എൻ കോംപ്ലിമെൻറ്റിനേക്കാളും ചെറുതാണ് ഇ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ മെഷർ. അപ്പോൾ നമുക്ക് ഇവിടെ ദാറ്റ് ഈസ് പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം.
സോ വിച്ച് ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് ഇവിടെ എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദറ്റ് ഈസ് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to n ഇ കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മെഷർ കൊടുക്കുകയാണ്. ദറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എഫ് എൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മ്യൂ സ്റ്റാർ ഓഫ് ഇ കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അത് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് കിട്ടും. സോ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ സമ്മേഷനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്കതിനെ ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിനെ എനിക്കിപ്പം ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to സോറി ഇവിടെ അല്ല നമ്മൾ എടുക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to n ഇ കെ മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ സപ്പോസ് ഞാനതിപ്പം ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ സമ്മേഷനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഇൻ്റർസെക്ഷൻ ഇ കെ എന്ന് എഴുതാം. പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ യൂണിയനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇ കെ ആണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആകുന്നതിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആണെങ്കിലാണ് നമ്മൾ മ്യൂ സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ പ്ലസ് മ്യൂ സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഈ കോംപ്ലിമെൻ്റ് എന്ന് എഴുതുന്നത്. സോ ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്.